നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം ഇപ്പോൾ ഏഴര ശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ എന്നാണ് ഇന്നത്തെ എന്റെ വിഷയം. ഇപ്പോൾ ഏഴര ശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരുണ്ട്. പലർക്കും അറിയില്ല ഞങ്ങൾക്ക് ഏഴര ശനിയാണ്, കണ്ടക ശനിയാണ്, അല്ലെങ്കിൽ അഷ്ടമ ശനിയാണ്, ജന്മശനിയാണ് എന്ന് പലർക്കും അറിയില്ല. ചിലവർക്കറിയാൻ പറ്റും, അറിയാവുന്ന ആൾക്കാരും ഉണ്ടാവും. എന്നാൽ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ജ്യോത്സ്യന്മാരുടെ വീഡിയോ ഒക്കെ വരുന്നത് കാണുന്ന പലർക്കും ഇപ്പൊ തന്റെ ജനിച്ച കൂറ് ഏതാണെന്നും തന്റെ ജന്മരാശി ഏതാണെന്നൊക്കെ ഇപ്പൊ പലർക്കും അറിയാവുന്നതാണ്. എന്നാലും ചിലവർ അത് ശ്രദ്ധിക്കാതെ പോകുന്നവരും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഏഴര ശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അതുകൂടാതെ ഈ ഏഴര ശനി എന്ന് പറഞ്ഞാൽ എന്താണ് അതും അറിയണമല്ലോ. ഏഴര ശനി എന്താണ്? ഈ ശനിയൊക്കെ എല്ലാരും ഒരുപോലെയാണ്. ഈ ഏഴര ശനിയാണെങ്കിലും കണ്ടക ശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും അഷ്ടമ ശനിയാണെങ്കിലും ഇനി അതല്ല ജാതകത്തില് ശനിയാണെങ്കിലും ശനിയെല്ലാം ഒരേപോലെ തന്നെ ഫലദാനം തരുന്നത്. ശനിയുടെ ഫലദാന ശേഷി ഒരേപോലെയാണ്. അപ്പൊ ഗുണമുണ്ടാവും ദോഷങ്ങളും ഉണ്ടാവും. അപ്പൊ ശനി ഒരു ജാതകന് അവന്റെ ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകന് ശനി അധികം ബുദ്ധിമുട്ടിയില്ല. കൂടുതൽ ദോഷാനുഭവങ്ങളൊന്നും വരുന്നതല്ല. ജാതകത്തിൽ ദുസ്ഥാനത്താണ് ശനി നിൽക്കുന്നതെങ്കിൽ അതവന്റെ മുൻജന്മ കർമ്മഫലമായിട്ട് അവന് വന്നു ചേർന്ന ഗ്രഹനിലയാണ്. അപ്പൊ അതുകൊണ്ട് അവനത് അനുഭവിച്ച് തന്നെ പോകേണ്ടി വരും. ഈ കർമ്മഫലം അനുഭവത്തിൽ വരണം. അതിനു വേണ്ടിയാണ് ഈ ശനി നമ്മളെ ഇങ്ങനെ പിടികൂടുന്നത്. പലരും ചോദിക്കാറുള്ളതാണ്, ഇന്നാളൊരു ശനി കഴിഞ്ഞ് ഇനിയും എനിക്ക് ശനിയുണ്ട. ഈ ഏഴര ശനി എന്ന് പറഞ്ഞ 7.5 കൊല്ലവും ഈ ജന്മശനി 2.5 കൊല്ലം, അഷ്ടമശനി 2.5 കൊല്ലം, കണ്ടകശനി 2.5 കൊല്ലം. ഈ ഏഴര ശനിയൊക്കെ ജീവിതത്തിൽ 1-2 പ്രാവശ്യം വന്നു പോകുള്ളൂ. എന്നാൽ അഷ്ടമശനിയും ശനിയും ജന്മശനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നമ്മളെ പിടികൂടും. മനസ്സിലായ? അപ്പൊ ശനി എന്തിനാണ് നമ്മളിങ്ങനെ പിടികൂടുന്നത് അതും കൂടി നമ്മൾ അറിയണമല്ലോ. ഞാൻ എന്റെ വീഡിയോ നീട്ടിക്കൊണ്ട് പോയല്ല, എന്നാലും പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശദമായിട്ട് അറിയണം. അപ്പൊ അതിക്കുമ്പ് ഒരു കാര്യം പറയട്ടെ. അതായത് എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ സന്മനസ് കാണിക്കണമെന്ന് ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വയ്ക്കുക. അപ്പോ ശനി എന്ന് പറഞ്ഞത്, ശനി നമ്മളെ ഇങ്ങനെ പിടികൂടണ എന്തിനാ? അതായത് ശനി ധർമ്മ സംസ്ഥാപകാരകനാണ്. ധർമ്മം ജയിക്കാൻ വേണ്ടി ഉടലെടുത്ത ആളാണ് ശനി. അപ്പൊ നമ്മളെ ശനി ദ്രോഹിക്കല്ല, നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണേ. നമ്മ മുൻജന്മത്ത് ചെയ്ത പുണ്യപാപ കർമ്മങ്ങളുടെ ദോഷങ്ങളെല്ലാം ഈ ജന്മത്തെ അനുഭവിച്ച് നമ്മളെ ഒന്ന് അഗ്നിപരീക്ഷണം നടത്തി അല്ലെങ്കിൽ ഒരു അഗ്നിശുദ്ധി വരുത്തി നമ്മളെ ഒന്ന് നല്ല വിധത്തിൽ ആക്കിയെടുക്കണേന്ന് ശനി. അല്ലാണ്ട് ശനി നമ്മളെ ദ്രോഹിച്ച് ഇല്ലായ്മ ചെയ്യാനല്ല. ചില ആൾക്കാരുണ്ട്, എനിക്ക് എപ്പോഴും ശനിയുടെ ദോഷമുണ്ട്, എപ്പോഴും ശനി. ഈ ഞാൻ പറയണെങ്കിൽ അതായത് ശനി ദിവസവും രാവിലെ വന്നുകൊണ്ടും നമ്മളെ വിളിച്ചെണിപ്പിച്ചിട്ട് നമ്മളായിട്ട് ഇങ്ങനെ വട്ടത്തിൽ കിടക്കല്ല ശനി ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ ശനി നമ്മൾക്ക് വിലങ്ങ് തടിയായിട്ട് നിൽക്കും. അതാണ് പലർക്കും ദോഷാനുഭവങ്ങളായിട്ട് വരുന്നത്. അതും ജാതകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശനി നല്ല സ്ഥാനത്താണെങ്കിൽ ദോഷങ്ങളൊന്നും അധികം നമ്മൾക്ക് ഏൽക്കാതെ പോവുകയും ചെയ്യും. അപ്പൊ ഇനി ആദ്യം ശനിയുടെ ഏഴര ശനിയിൽ വരുന്ന നക്ഷത്രങ്ങൾ, ഏഴര ശനിക്കാർ ആരൊക്കെയാണ് നക്ഷത്രങ്ങളായി വരുന്നതെന്ന്
ഞാനതൊന്ന് നോക്കാം. ഇപ്പൊ പറയാം. അതുകൊണ്ട് കൂടാതെ ശനി, ഏഴര ശനി ഉണ്ടാവുന്നത് എങ്ങനെ? അതായത് ജനിച്ച കൂറിലും, നമുക്കൊരു ജന്മരാശി ഉണ്ടല്ലോ, അതിനാണ് ജനിച്ച കൂറെന്ന് പറയുന്നത്. ജനിച്ച കൂറിലും 2ാം ഭാവത്തിലും 12ാം ഭാവത്തിലും ശനി സഞ്ചരിക്കുന്ന സമയമാണ് ഏഴര ശനി. അതായത് 3 രാശികളിൽ, ഒരു രാശിയിൽ 2.5 കൊല്ലമാണ് ശനി നിൽക്കുന്നത്. അങ്ങനെ 3 രാശി മാറുമ്പോൾ ഏഴര ശനി തീരും. അപ്പം ഇപ്പോൾ ശനി നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. അപ്പൊ മീനൻ രാശിയിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അപ്പൊ മീനൻ രാശിയുടെ ഇതിൽ വരുന്ന ഉത്രട്ടാതി കാലി, പൂരുരുട്ടാതി കാലി, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രക്കാർക്കാണ് ഇപ്പോൾ ഏഴര ശനി ഉള്ളത്. അതോടൊപ്പം തന്നെ മീനൻ രാശി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. അപ്പൊ പൂരുരുട്ടാതി കാലി മീനൻ രാശിയിലേക്ക് പോകും, പൂരുരുട്ടാതി മുക്കാലി കുംഭൻ രാശിയിലാണ്. അപ്പൊ അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി ഇവരുടെ 2ാം ഭാവത്തിലാണ്. അതായത് കുംഭക്കൂറുകാരുടെ 2ാം ഭാവത്തിലാണ് ഇപ്പൊ ശനി നിൽക്കുന്നത്. മീനൻ രാശി ഇവരുടെ 2ലാണില്ല. ഞാനിങ്ങനെ ഇത് കൃത്യമായിട്ട് വിവരിച്ചു പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഇതിങ്ങനെ ആവർത്തിച്ച് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു തന്നെയാണ്. ഇത് പലർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് ആവർത്തിച്ച് അത് വിശദമാക്കി തന്നെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ വളരെ നല്ല വിധത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇവിടെ വെക്കുകയാണ്. അപ്പൊ മേടക്കൂറില് വരുന്ന നക്ഷത്രങ്ങൾക്കും ഈ ഏഴര ശനിയുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണ്? അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഇത് മേടക്കൂറിൽ വരുന്ന. ഇവരുടെ 12ാം ഭാവത്തിലാണ് ശനി ഇപ്പൊ നിൽക്കുന്നത്. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ മീനൻ രാശി. മീനൻ രാശിയിലാണ് ഇപ്പൊ ശനിക്കുന്നത്. അപ്പൊ ഈ ഏഴര ശനി ഇപ്പൊ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അത് ഈ പറഞ്ഞ ഈ കുംഭക്കൂറിലെ നക്ഷത്രങ്ങള്, മീനക്കൂറിലെ നക്ഷത്രങ്ങള്, മേടക്കൂറിലെ നക്ഷത്രങ്ങൾ. ഈ 3 രാശികളിലെ നക്ഷത്രങ്ങൾക്കാണ് ഇപ്പൊ ഏഴര ശനി പിടിച്ചിട്ടുള്ളത്. ഇനി ശനി അവിടെ നിന്ന് രാശി മാറുമ്പോൾ പലരുടെയും ഏഴര ശനി മാറും, ചിലരുടെ ഏഴര ശനി തുടങ്ങുകയും ചെയ്യും. ഇപ്പൊ 1 വർഷത്തിന് മേലെയായി ശനി ഇപ്പൊ മീനൻ രാശിയിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി ശനി മേടം രാശിയിലേക്ക് മാറും. അപ്പൊ ഈ കുംഭൻ രാശിക്കാരുടെ ഏഴര ശനി തീരും. മീനൻ രാശിയുടെ മാറില്ല, കുംഭൻ രാശിയുടെ ഏഴര ശനി മാറും. അപ്പോ ഈ ശനി ഏഴര ശനിയാണെങ്കിലും, ഞാൻ പറഞ്ഞു ഏഴര ശനിയാണെങ്കിലും കണ്ടക ശനിയാണെങ്കിലും അഷ്ടമ ശനിയാണെങ്കിലും ഒക്കെ ഫലദാനത്തിൽ ശനിയെല്ലാം ഒരുപോലെയാണ്. അപ്പൊ തൊഴിൽപരമായ മാറ്റങ്ങൾ ഈ ഏഴര ശനിയിൽ ഉറപ്പാണ്. പലരുടെയും ജോലി തന്നെ നഷ്ടപ്പെട്ടു പോയിന്ന് വരും ഈ ഏഴര ശനിയിൽ. ജോലി നഷ്ടപ്പെടാം, പ്രമോഷൻ തടയാം, അല്ലെങ്കിൽ മേലധികാരികളുടെ വഴക്ക് കേൾക്കാനിട വരാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനിട വരാം. വിദേശത്ത് യാത്രക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രക്ക് അനുകൂലമാണ്. അതുകൂടാതെ മനക്ലേശം, ദേഷ്യം, വാശി, അലസത, മടി, വാക്ക് തർക്കങ്ങൾ, ചില നിയമക്കുരുക്കുകളിലൊക്കെ ചെന്ന് ഇടവരും. കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാവും. ചില ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചാടാനും, അതുകൂടാതെ ചില പരസ്ത്രീ ബന്ധങ്ങൾ, അതായത് ചില സ്ത്രീ വിഷയങ്ങളിൽ ചെന്ന് ഇടപെടാനും,
പ്രത്യേകിച്ച് തന്നെക്കാട്ടും പ്രായമുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ ഇടവരും ഈ ഏഴര ശനി പിടിച്ചാൽ. പണനഷ്ടമുണ്ടാവും, മനക്ലേശമുണ്ടാവും, കുടുംബ സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ശനി നമുക്ക് പല വിധത്തില് പല ദോഷങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നതാണ്. പല വിധത്തില് ദോഷങ്ങളും ശനി നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ശനി നമുക്ക് ജാതകത്തില് നല്ല സ്ഥാനത്താണെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. പിന്നെ അത് കൂടാതെ ചില അപകടങ്ങളും ഈ ഏഴര ശനിയിൽ വന്നു ചേരുന്നതാണ്. അപകടങ്ങളുണ്ടാവും. പലർക്കും എൻ്റെ അനുഭവത്തിൽ പലർക്കും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏഴര ശനിയിൽ. ചിലവർക്ക് തുടക്കത്തിൽ തന്നെ കിട്ടും, ചിലവർക്ക് മധ്യസമയത്ത് കിട്ടും, അല്ലെങ്കിൽ ചിലർക്ക് ശനി പോണ പോക്കിലായിരിക്കുള്ള ഒരു തട്ട് കൊടുക്കണം. അപ്പൊ മൊത്തത്തിൽ നോക്കും. അപ്പൊ ശനി എന്തിനാണ് ഇങ്ങനെ ഇട്ട് ഞങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കണേന്ന് അല്ലേ? അത് ഒരു ചോദ്യമാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മുൻജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങൾ ഈ ജന്മത്തെ അനുഭവിച്ച് തീരും. അതെങ്ങനെ? ഈ ഇങ്ങനെയുള്ള പാപഗ്രഹങ്ങളുടെ ദശാസമയത്തും അപഹാര സമയത്തും ഒക്കെ ഇതൊക്കെ വന്നു ചേരാം. അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളുള്ളത്. അപ്പൊ ഇതിന് പരിഹാരമുണ്ട്. അപ്പൊ പരിഹാരമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശനിദോഷം മാറാനായിട്ട് നമ്മൾ ശനീശ്വരനെ പ്രാർത്ഥിക്കുക, ശനീശ്വരന് വഴിപാട് കൊടുക്കുക. ശനീശ്വരന്മാര് പലരും ഉണ്ട്, എന്നാലും മെയിനായിട്ട് നമ്മൾ ശാസ്താവിന് എള്ള് തിരി കത്തിച്ച്, അതായത് ധർമ്മശാസ്താവ് അയ്യപ്പൻ, ഇതാണല്ലോ നമ്മൾ ശനീശ്വരനായിട്ട് കൂടുതൽ വിളിക്കുന്നത്. അപ്പൊ ശാസ്താവിന് എള്ള് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ, നീരാഞ്ജനം ചെയ്യാം, ശാസ്താവിന് എള്ള് തിരി കത്തിക്കാം. പിന്നെ ശാസ്താവിന് എള്ള് നിവേദ്യം വെക്കാം, എള്ള് പായസം കൊടുക്കാം, നീലപ്പട്ട് നടക്കൽ വെക്കാം, കറുത്തപട്ട് നടക്കൽ വെക്കാം. പിന്നെ അതുകൂടാതെ നീല വസ്ത്രങ്ങളോ കറുത്ത വസ്ത്രങ്ങളോ ധരിക്കാം. ഇതൊക്കെ ശനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഇനി അതുകൂടാതെ ശനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദാനധർമ്മങ്ങളാണ്. ശനിക്ക് ദാനധർമ്മങ്ങളാണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഒരു വഴിപാട് നടത്തുന്നതിന്റെ 10 ഇരട്ടി ഫലം കിട്ടും ഒരു ദാനധർമ്മം ചെയ്താൽ. അതായത് ഈ ശനി പിടിച്ചവര്, അവർക്ക് ഈ അന്നനും പോണവനും ഒക്കെ ദാനം കൊടുക്കാനല്ല, അതായത് വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ അംഗവൈകല്യമുള്ളവർക്കോ അംഗഹീനർ, അതായത് മുടന്തന്മാർക്കോ വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. കാരണം ശനി ഇതെല്ലാമാണ്. ശനി വയസ്സനാണ്, അതായത് വൃദ്ധനാണ്, അംഗവൈകല്യമുള്ള ആളാണ്, മുടന്തനാണ്. അതുകൊണ്ടാണ് ശനി പയ്യെ പോവുള്ളൂ. അതുകൊണ്ടാണ് ശനി ഒരു രാശി മാറാൻ 2.5 കൊല്ലം എടുക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് രാശി മാറി പോകുമ്പോൾ ശനി ഒരു രാശി മാറാൻ 2.5 കൊല്ലം പിടിക്കും. കാരണം പ്രായമുള്ളവർ നടന്ന് പയ്യല്ലേ പോവുള്ളൂ. അതുകൊണ്ടാണ് ജാതകത്തിൽ ശനിനെ സൂചിപ്പിക്കാൻ എന്ന് എഴുതും, മന്ദൻ. അതായത് ശനി പിടിച്ചാൽ ഒരു മന്ദത വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലസത, മടി, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ശനിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ശനീശ്വര പൂജ, പക്കപ്പിറന്നാളിന് ശനീശ്വര പൂജ ചെയ്യാം, ദാനധർമ്മങ്ങൾ ചെയ്യാം. ഇതെല്ലാം ചെയ്താൽ നമ്മളുടെ ആ ശനി ദോഷം ഒരു പരിധി വരെ നമ്മളിൽ നിന്നും അകന്നു പോകും. വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.